guys, it's me, Ami, and welcome to my channel. Because this is my first vlog. Welcome back to my channel. Welcome to my channel. അടുത്ത വ്ലോഗ് മുതൽ വെൽക്കം ബാക്ക് ആയിരിക്കും. എന്തൊക്കെയാ പറയുന്നത്? എന്നാലും ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഇത് സ്പോൺസർഡ് അല്ല, എനിക്ക് ഒരു പ്രോഡക്ട്സും സ്പോൺസർഡ് അല്ല. ഞാൻ മേടിച്ചതാണ്. പക്ഷെ അത് ഒരു നൈക്കയിൽ പിങ്ക് സമ്മർ സെയിലോ അങ്ങനെ എന്തോ വന്നു. അപ്പോൾ അതേക്കുറിച്ച് വില കുറഞ്ഞ് കിടക്കായിരുന്നു. ഇപ്പം റേറ്റ് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തുള്ള റേറ്റ് ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ഏതെങ്കിലും ഇവിടെ സൈഡ് സ്ഥലത്ത് ഞാൻ എന്തായാലും പിൻ ചെയ്തേക്കാം ഓരോ പ്രോഡക്റ്റിൻ്റെ റേറ്റ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞൊരു അവരുടെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ്, സ്കിൻ കെയർ ബ്രാൻഡാണ്. അവരുടെ ഞാൻ സംഭവം പറഞ്ഞാൽ അവരുടെ പാക്കേജിങ് തന്നെ വളരെ നല്ലതാകും. എന്ന് വെച്ചാൽ അതാണ് ഞാനിത് ഓൾറെഡി ഉപയോഗിച്ചു. ഇത് ഹോളും അൺബോക്സിംഗ് ഒന്നും അല്ല, റിവ്യൂ വീഡിയോ ആയിരിക്കും. എങ്ങനെയാണ്, കൊള്ളാവോ അതങ്ങനെയുള്ള. അപ്പം ഇതിൻ്റെ ഓൾറെഡി ബോക്സ് എല്ലാം ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും വീഡിയോ എല്ലാം ഇട്ട് നോക്കിയാലോ, അത് ഇട്ട് നോക്കാൻ തിരിച്ച്. പക്ഷെ നല്ല എനിക്ക് റിവ്യൂ കൊടുക്കാൻ തോന്നുന്നൊരു ടൈപ്പ് പ്രോഡക്റ്റ്. അതായത് നല്ല രസമുണ്ട്, ഇതൊക്കെ നല്ല രസമുണ്ട് സംഭവം. എന്ന് വെച്ചാൽ അവരുടെ കൂട് പോലെ ഞാൻ കളഞ്ഞിട്ടില്ല. അവരുടെ ഈ പാക്കേജിങ് ഉണ്ടല്ലോ, കൂട് ഞാൻ കൂടുന്നാണോ അത് പാക്കേജിങ് എന്തായിരിക്കും, അത് ഞാൻ കളഞ്ഞിട്ടില്ല, എല്ലാം എൻ്റെ ഉണ്ട്. കാരണം അതിൻ്റെ ഞാൻ അതിനകത്ത് തന്നെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് തന്നെ ഇട്ടു വെക്കും. അത് ഒരു നല്ല രസമാണ്. കാരണം എന്താ പറയുക, കളയാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു ഭംഗിയാണ്, മൊത്തമൊരു ഉപയോഗിക്കാനൊക്കെ തോന്നും. അപ്പം ഞാൻ ഓൾറെഡി ഉപയോഗിച്ചു. എന്നാലും ഞാൻ ഒന്നാമത് ഞാൻ പറയില്ലേ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അതിനകത്ത് ഒന്നുകൂടി ഞാൻ ഇട്ട് ഒന്നുകൂടി എടുത്തിട്ടു, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്, ഞാൻ ആദ്യം വാങ്ങിച്ച സാധനങ്ങൾ ഇങ്ങനെ വരിക്കും ഞാൻ കാണിക്കാം. എന്നുവെച്ചാൽ എന്താണ് ആദ്യം വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോഗ് എടുക്കണം, എന്നെ ഒന്നും വിചാരിക്കില്ല. നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിച്ചായിരുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ടായിട്ട് വന്നാൽ മതി. ഞാൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് ഞാൻ മേടിച്ച ഡോട്ട് ആൻഡ് കീയുടെ റെറ്റിനോൾ. ഇങ്ങനെ എന്തോലെ കാണിക്കുന്നത്, ഞാൻ പഠിച്ചേ. ഇത് തിരിച്ചാണല്ലോ കാണിക്കുന്നത്. പൊട്ടിച്ചില്ല, അതുകൊണ്ടല്ല ഞാൻ വായിക്കാം. ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ റെറ്റിനോൾ പ്ലസ് സിറമൈഡ് നൈറ്റ് റിപ്പയർ കെയർ. നമ്മൾ രാത്രി തേക്കുന്നതാണ്. എൻ്റെ സ്കിന്ന് കണ്ടോ, നിങ്ങളറിയും ഇതൊന്ന് സ്കിൻ കെയർ പറയാം. ഇവിടെ വന്നിട്ട് ഇവളുടെ സ്കിന്ന് മൊത്തം തന്നെയല്ലേ, ഇവിടെ ഭയങ്കര ചൂട് കഴിച്ചു. ഇവിടെ സ്കിന്ന് മൊത്തം ആണ്. എൻ്റെ സ്കിൻ ഇങ്ങനെ ഇരുന്നല്ല, കാരണം നിറച്ച് കുരു. കാരണം നമ്മളെന്തായാലും ടീനേജ് ആൾക്കാരാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്തെല്ലാം റിയാക്ഷൻ, ഹോർമോൺസിൻ്റെ പരിപാടിയെല്ലാം നമുക്ക് കാണും. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻഡ്രഫിന് ഞാൻ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ സ്കിന്നും റെഡിയായി. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കുറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് പിമ്പിൾ ഉണ്ടായിരുന്ന സമയത്ത് കുത്തി കുറേ കുഴി കണ്ടോ, കുറേ കുഴികൾ. അപ്പോൾ ഞാൻ വെച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴത്തേക്ക് റെറ്റിനോള് നല്ലതാണ്. എനിക്ക് ഇപ്പോൾ കുഴി കുറഞ്ഞ് നല്ല കുത്തി നല്ല കാണുമ്പോഴേ നമുക്കൊരു ദൂരെ കാണുമ്പോഴേ മനസ്സിലാവും ഫുൾ കുഴികളാണ്, അങ്ങനെ ഇത്. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഫുൾ ഇത്. പിന്നെ എന്നെ കൊതു കുത്തിയാണെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഭയങ്കര കൊതുകാണ് കഴിച്ചപ്പോൾ, ഭയങ്കര കൊതുകാണ്. അപ്പം ഞാൻ ക്യാമറ ഇവിടെയാണ്, ഞാൻ ഇവിടെ നോക്കി സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ആദ്യമായിട്ടാണ്. ഇവിടെ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കല്ലേ. നമ്മൾ മല്ലൂസ് ഭയങ്കര സപ്പോർട്ടല്ലേ, ക്ഷമിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിലോട്ട് ഓക്കെ. അപ്പം സെറമൈഡ് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ തീർന്നു, ഞാൻ വാങ്ങിച്ചു. ഇതിൻ്റെ റിയൽ വില 695 രൂപയാണ്. പക്ഷെ 500-നകത്ത് നൈക്കിൽ കിട്ടിയത്. പക്ഷെ നല്ല നമുക്ക് പൈസ അത്രയും വർത്തി പ്രോഡക്റ്റാണ്, പ്രൈസ് വർത്ത് ചെയ്ത് സംഭവം. നമുക്ക് റിങ്കിൾസ് പോവും, പിന്നെ ഡാർക്ക് സ്പോട്ട്സിന്. പിന്നെ രാത്രി ഉപയോഗിക്കേണ്ട റെറ്റിനോൾ രാവിലെ അല്ല ഉപയോഗിക്കുന്നത്, രാത്രിയാണ് റെറ്റിനോൾസ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ ചെയ്യാം, മുന്നേ ഓപ്പൺ ചെയ്തേ. ഒരു ചൂട് കഴിച്ച ഇവിടെ എൻ്റെ ഭഗവാൻ അതിൻ്റെ കാര്യമില്ല. ഇതാണ് ഇങ്ങനത്തെ ഒരു സ്പൂണും കിട്ടും നമുക്ക്, ഒരു സ്പാച്ചില. എന്നിട്ട് നമ്മൾ അതിനെ തുറന്നിട്ട് എടുത്ത് കാണിക്കണില്ല.
അതിൻ്റെ അത്ര ക്രീം പോലെ കാണും. അതിങ്ങനെ വെച്ചിട്ട് അതങ്ങനെ അത്ര ഉള്ളു. അപ്പം അങ്ങനെ എന്താ ഈ പറയുന്നത്. അപ്പം ഇത് നമ്മൾ കുറച്ച് മുഖത്ത് ചെറിയ അത്രയും തേക്കില്ല. റെറ്റിൻ അതുമാത്രമല്ല നമ്മളെപ്പോഴും രാത്രി എല്ലാ ദിവസവും തേക്കരുത്. എല്ലാ ദിവസവും തേക്കരുത്. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് തേക്കുന്നത്. അത് ഞാൻ എപ്പോഴും തേക്കുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ തേക്കരുത്, റെറ്റിനോൾ ആസിഡാണ്. അപ്പം നമ്മുടെ സ്കിൻ ബാരിയർ കൂടുതൽ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് നല്ല ഡ്രൈ, എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം നിങ്ങൾ കണ്ടോ മനസ്സിലാക്കാം ദുരന്തം. അപ്പം ഓയിലി സ്കിന്ന് അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ബാരിയർ. അപ്പം നമ്മൾ 2 ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ 1 ദിവസം ഇടവിട്ട്, എനിക്ക് എന്തായാലും 1 ദിവസം ഇടവിട്ട് തേക്കേണ്ടി വരും. കാരണം എനിക്ക് ഇത്ര കുഴി ഇതുണ്ടല്ലോ കാണാമല്ലോ അല്ലേ, റെഡ്നെസ്. അത് റെഡ്നെസ് അല്ല, ഒരു കുരു നമ്മളുണ്ടായിരുന്നു. നമ്മൾ നഖം വെച്ച് കുത്തുമ്പം അവിടെ പൊട്ടിയിട്ട് നമ്മൾ പിമ്പിൾ പോപ്പ് ചെയ്യുമ്പോഴേ, അപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾ ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നഖം വെച്ച് കുത്തുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ആ ബോധമൊന്നുമില്ല പണ്ട്, അങ്ങനെ നമ്മൾ കുത്തുന്നതായിരിക്കും. അത് കുത്തുമ്പോഴത്തേക്ക് അവിടുത്തെ നഖം കൊണ്ടിട്ട് അവിടെ കുഴി വീഴും. നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആക്നെ സ്കാർസ് ആണ്. കുരു വന്നിട്ട് പോയി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ എന്തെങ്കിലും കാണും. അത് മാറണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഇത് ഉപയോഗിച്ചാൽ സ്കിൻ റിപ്പയർ അല്ലേ. റെറ്റിനോൾ നല്ലതാണ്, ആൻറ്റി ഏജിങ് ആണ്. ഏജിങ് ഒക്കെ ചൂട് അപ്പോൾ അറിയില്ല. നമുക്കിതങ്ങനെ കഷ്ടപ്പെട്ട് യൂട്യൂബേഴ്സ് കഷ്ടപ്പെട്ടത് ചെയ്യുന്നു, നമുക്ക് കഷ്ടപ്പെട്ട് അതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് നല്ലതാണ്, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. സ്പോൺസേർഡ് അല്ല, എന്നാലും റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ അതേ സ്കിൻ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഏതാണ്ട് 1 മാസം 2 മാസം അപ്പം നല്ല മാറ്റമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റിവ്യൂ ചെയ്യാം. കാരണം ഇപ്പം എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള എൻ്റെ പണ്ട് കണ്ടിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം ഭയങ്കര നല്ല കുരു വരുന്നത്. ഇപ്പോൾ ഒരു മാറിയല്ലോ, നല്ല ഇത് മാറിയല്ലോ, എന്ത് ചെയ്തെന്നോ. ഞാൻ പറഞ്ഞ് അത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു സംഭവമുണ്ട്, അത് തേച്ചിട്ടാണ് സ്കിൻ കെയർ തുടങ്ങി. ഇപ്പം എൻ്റെ ഡാൻഡ്രഫ് മെയിൻ കാര്യമാണ്. ഡാൻഡ്രഫ് ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്കാൽപ്പ് ഡ്രൈ ഡാൻഡ്രഫാണ്, അല്ലാതെ ഫംഗലല്ല, സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് അത് ഫ്ലൈക്കായിട്ട് അങ്ങനെ പറയും. അപ്പോൾ അതാണ് കുരു വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഹെയർ നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് റെഡിയാവും. അപ്പോൾ ഈ കുഴിയാണ് പ്രശ്നം. കുരു ഇപ്പോൾ അല്ലാതെ വരാറില്ല. ഈ ഒരു കുരു അത് കുത്തിയാണ് കുരു. അപ്പോൾ ഇതൊരു സാധനം. ഓക്കെ, അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു ക്രീം, റെറ്റിനോളിൻ്റെ ഒരു മോയ്സ്ചറൈസർ, ക്രീം മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് മേടിച്ചപ്പം അതിൻ്റെ താഴെ നമുക്ക് റെക്കമെൻഡേഷൻ ഒന്നും എടുക്കത്തില്ല നൈക്കയിൽ, വേറൊരു സാധനം. അത് ഇതിൻ്റെ അതേ രൂപം, പക്ഷെ ഇതിൻ്റെ ഭംഗിയുണ്ട്. ഓരോ അതിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, കണ്ടാലേ വാങ്ങിക്കാൻ തോന്നൊരു, കണ്ടാലേ മേടിക്കാൻ തോന്നും. ഉണ്ടോ രണ്ടിൻ്റെ ഭംഗിയുണ്ടോ? അതിനകത്തൊന്നും കളയാൻ തോന്നത്തില്ല. ഞാൻ കളഞ്ഞിട്ടില്ല, എന്ന് ചെയ്യണം. ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ, കാരണം ഇത് ഞാൻ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ഇത് AM, ഇത് PM, ഇത് AM, രാത്രി രാവിലെ അങ്ങനെ രാവിലെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 72 hours ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ പ്ലസ് പ്രോബയോട്ടിക്സ്. ഇതിനകത്ത് ഹൈലൂറിക് ആസിഡും ജാപ്പനീസ് റൈസ് വാട്ടറുമാണ്. അപ്പോഴത്തേക്ക് അത് നമുക്ക് ഓയിൽ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ, എൻ്റെ സ്കിൻ കോമ്പിനേഷന്. പിന്നെ റിപ്പയർ സ്കിൻ ബാരിയർ, ഇത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യും. പിന്നെ ഓയിൽ ഫ്രീ ആണ്, വാട്ടർ ജെല്ലാണ്. ഇത് നൈസാണ് കേട്ടോ. നമുക്ക് തേക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടും സ്കിന്നിന്. ഇത് നല്ലതാണ്. ഇതിനെ തുറന്നു വെച്ചിട്ട് ഇതിന് സ്പാച്ചിലേക്ക് കിട്ടും കേട്ടോ. ഇത് നീല കളർ, ചെറിയൊരു നീലല്ല, വെള്ളയാണെന്നാലും നല്ലൊരു കളർ. അപ്പം അങ്ങനെ അത് ഞാനെന്തോ മറ്റേ നനഞ്ഞ കോഴിയെ പോലെ ചൂടാണ്. ഫാനിട്ടാണെങ്കിൽ പിന്നെ എൻ്റെ വോയിസ് എടുത്തില്ല. നമുക്കിപ്പം കാര്യം നടന്നാൽ മതി. ഇപ്പം നമ്മൾ എങ്ങനെ ഇരിക്കണം എന്ന് നോക്കണം, അത് തന്നെ. അപ്പം ഇവരുടെ ഇതൊക്കെ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഡോട്ട് ആൻഡ് കീയുടെ മേടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അവരുടെ ഇത് കിട്ടുന്നത്, ഒരു നൈക്കയിൽ ഒരു ഓഫർ. അത് ഫ്രീ സംഭവം കിട്ടി.
ഫ്രീ ആയിട്ട് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഞാൻ വായിക്കാം, കാണാൻ പറ്റുന്നുണ്ട്. സിക്കയോ CICA കിക്ക എന്തോ കിക്ക് കിട്ടും CICA അത്രേ ഉള്ളൂ. അത് കാമിങ് സ്കിൻ റിന്യൂവിങ് നൈറ്റ് ജെൽ, ഗ്രീൻ ടീ നാസിലമൈഡ് കൂടെ ഉള്ള ഇത് ഫ്രീ ആയിട്ട് ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഒരു വട്ടം തേച്ചുള്ളൂ, കാരണം എല്ലാം കൂടി നമ്മൾ മുഖത്ത് തേച്ചിട്ട് ഒരു ഇത് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും വയ്യാവേലി വലിച്ചു കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ വലുതായിട്ട് വേറെ ഒന്നും ഇതാണ്ട് ചെറുതായത് കുഞ്ഞു സാധനം സ്മോൾ, ഇത് ഷൂഡി പൊടിയാണ്. ഇത് പച്ച കളറാണ്. ഇത് മറ്റേ ബബിൾക്ക് പോലെ. എനിക്ക് ബബിൾക്കുന്നതിൻ്റെ മണം ഇഷ്ടം. നമ്മുടെ മിൻറ്റില്ലേ, ഇത് നല്ല മണമാണ് കേട്ടോ. എല്ലാത്തിനും മണവും ഇതിൻ്റെ ഭംഗിയും, മണവും ഗുണവും ഭംഗിയും എല്ലാം കൂടി ഭയങ്കര ഹിറ്റ് ബ്രാൻഡ് അവിടെ. എനിക്കൊന്നും ഫേമസ് ആണെന്ന് തോന്നുന്നല്ലേ? ഫേമസ് ആണ്, ബോട്ടനിക്കൊക്കെ ഫേമസ് ആണ്. നല്ല ലക്ഷൂറിയസ് ബ്രാൻഡല്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള അവർക്ക് വേണം മേടിക്കാം. കുഴപ്പമൊന്നുമില്ല. അത്ര പൈസ അങ്ങ് വേസ്റ്റ് ചെയ്തൊന്നും നമുക്കാവില്ല. ദൂരത്തടി അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. അത്ര ഒരു ഇപ്പം ഇതിനാണെങ്കിൽ 500 ആണെങ്കിൽ നമുക്ക് ഇത് 500-500 രൂപ, 500 എത്ര ആയിക്കോട്ടെ. അപ്പം നമുക്കിത് ഒരു മാസത്തിന് കൂടുതൽ ഉപയോഗിക്കാം. പക്ഷേ ഇത്ര എടുക്കാനുള്ളൂ. റെറ്റിനോൾ ഇത്തിരി എടുത്തിട്ട് ഒരു പീസ് സൈസ് എടുത്തിട്ട് നമ്മൾ വിരലിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 4 വിരലുണ്ടല്ലോ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞത്, ഒരു ഹാക്ക കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ ഫുള്ള് മുഖത്തും ബാക്കി വരുന്ന കഴുത്തിലും അങ്ങനെ ഇടാം. അങ്ങനെ ഇട്ടിട്ട് അതൊരു ഇതായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം. ഞാൻ ഇവിടെ നോക്കിയാൽ സംസാരിക്കുന്നത്, ഇവിടെ അല്ലേ ക്യാമറ. എന്തൊക്കെ അത് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ ഗൈസ്, എനിക്ക് ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ ഒരു എൻ്റെ മുടിയൊക്കെ പോയി. നിങ്ങളതൊക്കെ ക്ഷമിക്കുമല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ മോയ്സ്ചറൈസറിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനിയാണ് സൺസ്ക്രീൻ. വീണ്ടും ഇത് സൺസ്ക്രീൻ, 2 ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട്. ഞാനിത് എനിക്ക് തുറക്കും കോളേജിലൊക്കെ പോകാൻ വേണ്ടി. കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ സൺസ്ക്രീൻ എടുത്ത്, ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല. എൻ്റെ ഉണ്ട് ഒരെണ്ണം, അത് ഞാൻ വേറൊരു ഹോളല്ല റിവ്യൂ വീഡിയോ ഞാൻ വേറൊരെണ്ണം ചെയ്യാം. ഡെർമാക്കോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ. നല്ല ഇത് ഇവരാരും എനിക്ക് സ്പോൺസേർഡ് ഒന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നല്ലതെന്ന് പറയുന്നത്. ഇനിയിപ്പം ഇവരുടെ നമ്മുടെ ഞാൻ സീൽ വരെ ഒട്ടിച്ച് വെച്ചേക്കും. നല്ല രസമുണ്ട് ഇവരുടെ സീല്. ഇതിനകത്ത് എഴുതിക്കുന്ന സീൽഡ് വിത്ത് ലവ് എന്നാ. അയ്യോ, ഈ സംഭവം ഇതെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ സ്റ്റിക്ക് ഓൺ ദ ഗോ. SPF 50+, SPF 50+ഉം ബ്രോഡ് സ്പെക്ട്രം. ഇതിന്റെ റിയൽ വില നല്ല വില കൊടുക്കുന്നാൽ ഇത് നല്ല വിലയാവും. 595 ആണ്. എനിക്ക് ഓഫർ കിട്ടി, ഞാൻ അത് സൈഡിൽ ഇട്ടേക്കാം. ഇങ്ങനെ ഒരു സൈഡിൽ ഒരു സംഭവം ഞാൻ വന്നെന്ന് തോന്നല്ലേ. ഇതിങ്ങനെയാണ് എൻ്റെ ഇതൊരു അടപ്പ് കാണും. എന്നിട്ട് അതിങ്ങനെ അത് നമ്മൾ ഇട്ടതായിട്ട് അറിയത്തില്ല. ഇപ്പം എൻ്റെ സ്കിന്നിന് ഇടുകയാണെങ്കിൽ കണ്ട അറിയത്തില്ല. ഇപ്പം ഇപ്പുറത്താണെങ്കിൽ കുറച്ച് ഡാർക്ക് കുറച്ച് ഇല്ല, അറിയത്തില്ല. കാരണം നമുക്ക് ഇട്ടതായിട്ട് അറിയത്തില്ല. ഇപ്പം മേക്കപ്പിൻ്റെ മേളിൽ കൂടെ ഇടാം, ഇട്ടതായിട്ടൊന്നും അറിയത്തില്ല. എന്താ പറയുക, നമുക്ക് ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ ഡ്യൂ സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു ടിൻറ്റഡ് എഫക്റ്റ് വരും. പക്ഷേ അത് അങ്ങനെ ഒന്നുമില്ല. ടിൻറ്റഡ് ഇട്ട ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നത്. നമുക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ വില കൂടുതലാണെങ്കിലും നമുക്ക് നല്ല സൺസ്ക്രീൻ പൊതുവെ വില കൂടുതലാണ്. നമുക്കൊന്ന് അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞു. ഓക്കെ, നമുക്കത് നമുക്ക് സൺസ്ക്രീൻ അത് പോട്ടെ. ഇനിയിപ്പോൾ അത് അകത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇനി SPF. ഇത് ഞാൻ നോക്കിയപ്പം ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പം പൊതുവെ ഇപ്പം ട്രെൻഡിങ്ങാണ്. ടിൻറ്റഡ് സൺസ്ക്രീൻ, അതായത് ഫൗണ്ടേഷൻ ഇടുന്നതിനെക്കാട്ടിലും ടിൻറ്റഡ് എന്ന് വെച്ചാൽ BB ക്രീം, CC ക്രീം ഒക്കെ ഇല്ലേ. നമ്മൾ എനിക്കിപ്പോൾ ഞാൻ ഒരു കല്യാണത്തിന് പോകുന്നത് വെച്ചാൽ കല്യാണത്തിന് ഫംഗ്ഷന് പോകണം. അപ്പോൾ എനിക്ക് ഈ റെഡ്നെസ് കണ്ടോ, കുരു കാരണം പറ്റയാണ്. അല്ലെങ്കിൽ ഇപ്പം ചൂടത്തിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച്
അതുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു കോംപ്ലക്ഷൻ കറക്ഷൻ ക്രീമാണ് CC ക്രീം. ഈ CCക്ക് അവരെ സൺസ്ക്രീൻ ഇത് ആപ്പടെ 3 ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനൊരു മീഡിയം ഷെയ്ഡ് എടുത്തു. ഒരെണ്ണം ഭയങ്കര വെളുത്തൊരു ഇതും, പിന്നെ ഒരു മീഡിയവും, പിന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡും. അപ്പം ഞാൻ മീഡിയം എടുത്തേ. ബട്ട് എൻ്റെ സ്കിൻ ഒരു ടൈപ്പ് മീഡിയം ടൈപ്പ് സ്കിൻ അല്ലേ. അപ്പം ഞാൻ ടാൻ ടൈപ്പ് സ്കിൻ എടുത്ത് ടിൻറ്റഡ് സൺസ്ക്രീൻ. അതായത് അതിനകത്ത് കോഡ് കാണിക്കുന്നത് ഈ സാധനം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ സാൻഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡിലാണ്. 3 സാൻഡ് ഡെയിലി വേറെ നമുക്ക് എപ്പോഴും ഇടാം. ഞാൻ ഉപയോഗിക്കാറില്ല, എന്നാലും നല്ല മണമാണ്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ക്ഷമിക്കണം. ഞാൻ മുഖത്തിടണോ? വലിയ പൊട്ടിയിട്ട് എഫക്റ്റ് ഒന്നും കാണത്തില്ല, കവറേജ് ഒന്നും ഇല്ല. ഇത്ര ഇടണ്ട, എന്നാലും ഇച്ചിരി ഇട്ടാലും മതി. ഒരു സൈഡ് ഇട്ടുള്ളൂ ഞാൻ. ക്യാമറയിൽ വലിയ മാറ്റം ഇല്ല, ക്യാമറയിൽ വലിയ മാറ്റം കാണത്തില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഇതിനകത്തും SPF 50 SPF സൺ പ്രൊട്ടക്ഷൻ അത് 50+ ഉണ്ട്. 50+, 60+ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മാക്സിമം 30 എബോവ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഇപ്പോഴത്തെ നമുക്കിപ്പോൾ പറയും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയാണ് സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ വൈറ്റമിൻ ഡി മാത്രമാണോ വരുന്നത്? അല്ല, വൈറ്റമിൻ ഡിക്കാട്ടിലും UV റേസ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കിൻ ഏജിങ്ങിന് കാരണമാവും, സ്കിൻ ക്യാൻസറിന് കാരണമാവും. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കുക. നമ്മൾ പല്ല് തേക്കുന്ന പോലെ, പല്ല് എല്ലാവരും തേക്കല്ലേ, എന്നാലും പല്ല് രാവിലെ തേക്കുന്ന പോലെ പല്ല് തേച്ചിട്ട് ഉടനെ മുഖം കഴുകിയിട്ട് ഇച്ചിരി സൺസ്ക്രീൻ ഇട്ടിട്ട് അത്രേ ഉള്ളൂ. ഒരു ശീലമാക്കാം. ഞാൻ എപ്പോഴും തേക്കത്തില്ല. ഞങ്ങൾ മഴയുള്ള കാലത്തൊന്നും സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം മഴയാണ്, ഇപ്പം ചൂടാണെങ്കിലും മഴ. രാവിലെ ഇച്ചിരി ചൂടാണ്, ട്രിവാൻഡ്രത്തെ കാലത്ത് ചൂടാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ ഇത് അപ്പോഴത്തേക്ക് അങ്ങനെ അതിൻ്റെ ഒരു ചൂടിൻ്റെ ഒരു കാരണത്താൽ നമ്മൾ രാവിലെ സൺസ്ക്രീൻ, വെയിലുള്ള സമയത്ത് സൺസ്ക്രീൻ ഇടാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ഇപ്പം സൺസ്ക്രീൻ നമ്മൾ കഴിഞ്ഞു. സൺസ്ക്രീൻ ഈ 2 സാധനമാണ് എൻ്റെ ഇരിക്കുന്നത്. അത് ഞാൻ പറയണത് വെച്ചാൽ നമ്മൾ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഗേൾസിനോട് എല്ലാവരും ബോയ്സിനോട് ആരല്ല ഇപ്പോൾ സ്കിന്ന് കെയർ ചെയ്യുന്ന ആരാലും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് മാക്സിമം SPF ലിപ് ബാം ഉണ്ട്. SPF ലിപ് ബാമിനും പിന്നെ സൺസ്ക്രീനും. ഇത് രണ്ടും ഉണ്ട്. പിമ്പിൾ പാച്ച് കുരുവുള്ളവർക്കാണ് ഈ പിമ്പിൾ പാച്ച്. പിന്നെ കാണിച്ചില്ല, ഞാനൊരു കമ്പനിയുടെ വാങ്ങിക്കുന്നത് നല്ലതാണ് പറയുമ്പോൾ ഒരു വില കുറവാണ്, നൈസാണ് അവരുടെ. പെട്ടെന്ന് വില കുരുവെല്ലാം നൈസാണ്. പിന്നെ ഈ 2 പ്രോഡക്റ്റുകളുണ്ട്. അത് ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മുടെ SPF ലിപ് ബാമാണ്. ഡോട്ട് ആൻഡ് കീയുടെ തന്നെയാണ്, എല്ലാം ഡോട്ട് ആൻഡ് കീടാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് റീലൊക്കെ ഇട്ടായിരുന്നു ഇതിനെക്കുറിച്ച്, ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് റെഡ് റൊമാൻസ് എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ എല്ലാം കൊടുത്തേക്കാം, സൈഡിൽ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. നമുക്കൊരു ഓത്തൻറ്റിക് യൂട്യൂബ് രീതിയിൽ നമുക്ക് കാണിച്ചു. എൻ്റെ കയ്യെ ഫോക്കസ് ആവുന്ന ഇങ്ങനെ കാണിച്ചതില്ലേ, ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഭഗവാനി, എടാ മോനെ കണ്ടോ, ഇത്ര ഇടണമെന്നില്ല. ഞാനിപ്പോൾ എനിക്ക് ഇത് ചെറിയൊരു ടിൻറ്റഡാണ്. നമുക്ക് പിന്നെ ലിപ്സ്റ്റിക്കോ ലിബാമോ ഒന്നും ഇടുന്നതിന് വരെ. പക്ഷെ ഇത് ഗുണമെന്ന് പറയുന്നത് SPF ആണ്. അതായത് നമ്മുടെ ചുണ്ട് ചിലർക്ക് കുറച്ച് കറുത്തിരിക്കും, കുറച്ച് എല്ലാവർക്കും എൻ്റെ ചുണ്ട് കറുത്താണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ കറുത്ത് അങ്ങനല്ല,
UV തട്ടി തട്ടി നമ്മുടെ സ്കിൻ പിഗ്മെൻറ്റഡ് ആവും. സ്കിന്നല്ല, നമ്മുടെ ചുണ്ട്, ലിപ്സ് പിഗ്മെൻറ്റഡ് ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാനും ഇതൊക്കെ നമ്മുടെ ലിപ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് നല്ലതായിരിക്കും. ഏത് ഈ കൂടുതൽ നമുക്ക് ഡാർക്ക് ലിപ്സ് വരാതിരിക്കാൻ വേണ്ടി ഇത് നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെയാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഫേവററ്റ്, ഇതിൽ ഏറ്റവും ഫേവററ്റ് സാധനം എന്ന് പറയുന്നത് എന്തൊക്കെ കസറത്ത് കാണിച്ചിട്ടാണ് ഞാൻ ഫോക്കസ് ആക്കാൻ നോക്കുന്നത്. ഒന്നും വരുന്നില്ലല്ലോ. ഇതെന്തോ ഇതിലോട്ട് എന്നെ ഫോക്കസ് ആവുന്നത്. ഞാൻ വായിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ടിരിക്കുന്നതാണ് പടം. ഈ പടം കണ്ടോ എന്നുവെച്ചാൽ നമ്മുടെ അണ്ടറായി എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പം കാണാമല്ലോ. അത് ഫിൽറ്റർ എന്നിട്ടില്ല, അതുകൊണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് കാണാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോളാം. നമ്മൾ റിയൽ ആയിട്ടിരിക്കുക, അത്ര ഫിൽറ്റർ ഇടാം, അത് സീനില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പം ഇതിനകത്ത് ഇടുന്നില്ല. എൻ്റെ ഭഗവാൻ എന്ത് ചൂട്. ഇതൊക്കെ കാര്യം നോക്കാം. ശരി, അതാണ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക്. അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഈ സാധനം ഇതാണ് നമ്മൾ അണ്ടർ ഐ ക്രീമാണ്. അതായത് ഇതിനകത്ത് റെറ്റിനോൾ ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു വകയിലെ ബന്ധുവാണ് ഇത്, മനസ്സിലായില്ലേ? അങ്ങനെ ഈ റെറ്റിനോൾ ക്രീമിൻ്റെ ഒരു വകയിലെ ബന്ധുവാണ് ഇത്. അപ്പം പോമോഗ്രാനൈറ്റ് ആഡ് റെറ്റിനോൾ പ്ലസ് കഫീൻ ഐ ക്രീം. പിന്നെ കോഫി ചെറി ആൻഡ് റോസ് ഹിപ്പ് ഓയിൽ. ഇത് ഡീപഫ് ചെയ്യും, സ്മൂത്ത് ചെയ്യും. കൊളാജൻ ഉണ്ടല്ലോ, കൊളാജൻ കണ്ണിനടിയിൽ, അതൊക്കെ ബൂസ്റ്റ് ചെയ്യും. അതിനാണ് മെയിൻ സാധനം. എല്ലാം വാങ്ങിയണം. വീഡിയോ ഒന്നും ഇപ്പം തീരില്ല, കുറേ വേണം. നമുക്ക് ഓപ്പൺ ചെയ്തത് ഞാൻ എന്തായാലും ഉപയോഗിച്ച് തീരായെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ കൂടിനകത്തിട്ടു. നമുക്ക് നമ്മുടെ കൂടാണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ പോലെയല്ല. എന്ന് വെച്ചാൽ സാധാരണ ഐക്രീം ഇങ്ങനെയൊക്കെ ഞാൻ ഐക്രീം ഉപയോഗിക്കാറില്ല. എൻ്റെ ഫസ്റ്റ് ഐക്രീമാണ്. ഐസ്ക്രീം എന്നൊക്കെ പറയുന്നില്ല, ഐക്രീം. നമ്മൾ പണ്ട് കൊച്ചിൽ ഐക്രീം എന്നാണ് പറഞ്ഞോണ്ടിരിക്കും. ഐക്രീം മേടിച്ച് തരുമോ? ഐക്രീം രക്ഷയില്ല, എന്തൊരു ചൂടാണ്. നല്ല മണമാണ്. ഇത് ലീക്കായി ഭയങ്കര പൊന്നു പോലെ സൂക്ഷിക്കുന്ന സാധനം. ലീക്കാതെ കണ്ണി തേക്കും. ഇതാണ്ട് ഇങ്ങനെ ഞാൻ തേച്ച് കാണിച്ചിട്ടാണ്. ഇവിടെ ഇച്ചിരി ഞെക്കുമ്പം ഈ ഒരു ഇതുണ്ട്, ഹോള്, അതിനകത്തൂടി സാധനം വരും. അപ്പോൾ ഉരുമും. ഇത്രയൊന്നും വേണ്ട. അണ്ടർ ഐയിൽ ഇങ്ങനെ മസാജാണ്. ഈ ആപ്ലിക്കേറ്റർ ഒരു മസാജറും കൂടെയാണ്. ഇങ്ങനെ വൈബ്രേറ്റ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ മസാജ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. ഇവിടെ ഞെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ടൈം നമ്മളിതിനകത്തിട്ട് നല്ല തണുത്ത എഫക്റ്റാണ്. എന്ത് സുഖം എൻ്റെ അമ്മച്ചി. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്താലും മതി. ഞാൻ എന്തായാലും ഇപ്പം കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കണ്ണ് ഡ്രൈ ആകുമ്പം, അല്ലെങ്കിൽ ഐ മസാജിങ് ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ യോഗ. അതായത് ഇപ്പം എനിക്കിപ്പോൾ കണ്ടോ കുറച്ച് സാഗായിട്ടിരിക്കുന്നില്ല, എൻ്റെ അത് മറന്നതാണ്. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് മാറ്റും. പിന്നെ അല്ല ഗ്ലോ അപ്പ്, അത് ഗ്ലോ അപ്പ് ചെയ്യും. ഓപ്പിലൂടെ ഞാൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോ അപ്പ് ചെയ്യും. അപ്പം നിങ്ങളെല്ലാം കടലും. ഞാൻ ഗ്ലോ ഒക്കെ ചെയ്യാം, ഗ്ലോ അപ്പിനൊക്കെ. അതൊക്കെ വിടും. അപ്പം സംഭവം ആദ്യം വെച്ചാൽ എന്തോ പറയാൻ വന്നത്, ഞാൻ പറയാൻ വന്നേക്ക് ഞാൻ മറന്നു. എന്തോ ഞാൻ പറയാൻ വന്നപ്പോൾ ഞാൻ പറയാൻ വന്നേ ഫേഷ്യൽ യോഗ. ഞാൻ ഈ പറയാൻ വന്നത് വലിയ ഇതായിട്ട് മറന്നു. അത് നിങ്ങൾക്കും പറ്റാറുണ്ടോ? ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പറയാൻ വരും, മറന്നു. അവിടെ അത് തന്നെ ഫേഷ്യൽ യോഗ മാസുമി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. മാസുമി ചാനൽ, അവരുടെ ഫേഷ്യൽ യോഗ നൈസാണ്. അത് ഞാൻ എപ്പോഴും ചെയ്യാറില്ല, ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടുമ്പോൾ ചെയ്യും. പക്ഷെ എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ മസാജിങ്ങും ഇങ്ങനെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഫേസ് പണ്ടിരുന്ന പോലെയല്ല ഇപ്പം ഇരിക്കുന്നത്. കുറച്ച് ഒതുങ്ങും,
ക്യാമറയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഒതുങ്ങിയാണ് ഇരിക്കുന്നത് ഫേസ്. അപ്പോഴത്തേക്ക് പണ്ടങ്ങനെ കവിളൊക്കെ ഉണ്ടായിരുന്നു. കവിളുള്ളത് വൃത്തികേടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം അതൊക്കെ നല്ല ഭംഗിയാണ്. കവിളുള്ള ഗേൾസിനൊക്കെ കവിളുള്ള നല്ല ഭംഗിയാണ്. ബോയ്സിലായിരിക്കും ആർക്കെങ്കിലും നല്ല ഭംഗിയാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ പറയുന്ന ഉദ്ദേശം നിങ്ങൾക്ക് ഭയങ്കര ജോലൈൻ എനിക്കുണ്ട്. എന്നാലും ജോലൈൻ ചിരിക്കുമ്പോൾ കവിളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വേണ്ട. നിങ്ങൾക്ക് നല്ല പൊക്കയുടെ മണിമുട്ട് അങ്ങനെയല്ല, നല്ല ചാഡ് ഫേസ് ഒക്കെ വേണം. ഇങ്ങനെ ചീക്ക് ബോൺസ് ഒക്കെ മാലിഫിസൻ്റ് ഒക്കെ പോലെ വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഫേഷ്യൽ യോഗ ചെയ്യുന്ന നൈസായിരിക്കും. ഫേഷ്യൽ യോഗ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നൈസായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അങ്ങനെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ ഇത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഗ്ലോ അപ്പിന് വേണ്ടി ഉള്ള സാധനം. അപ്പോൾ ഞാൻ പിന്നെ വ്ളോഗ് ഇടാം. അതിനെ കുറച്ച് നിങ്ങൾക്ക് ഈ വ്ളോഗൊക്കെ ഇഷ്ടമായെങ്കിൽ എന്നോട് ഇഷ്ടപ്പെടാനല്ലേ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വീഡിയോ കട്ട് ചെയ്തൊന്നുമില്ല. എനിക്ക് ഇടയ്ക്ക് പ്രോഡക്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വരും. അല്ലാതെ കട്ട് ചെയ്ത് ഞാൻ ഒറ്റ സ്ട്രെച്ചിലെ വീഡിയോ എടുത്തത്. ഇപ്പോൾ കാണാമല്ലോ, ഞാൻ ഒറ്റ സ്ട്രെച്ചിലെ വീഡിയോ എടുത്തത്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇടയ്ക്ക് വെച്ച്. ഈ ക്യാമറ ഞാൻ നോക്കുന്നത് ഇങ്ങോട്ടാണ്, മനസ്സിലായോ? ഞാൻ എന്നെ ഇതിനകത്ത് ഫോണിലെടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് ക്യാമറ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഓക്കെ. പക്ഷെ എനിക്കപ്പോൾ എന്നെ കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നിരിക്കും. എന്നാലും അല്ലേ, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് മനുഷ്യർക്ക് വേണ്ടത്. യെസ്, നമ്മളെല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതെ. ഓക്കെ ഗായ്സ്, അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എന്താ കമൻറ്റ് ചെയ്യുക, എന്താ ഞാൻ ചെയ്യേണ്ടത് വീഡിയോ, എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് പ്രോഡക്റ്റ് റിവ്യൂ. ഞാൻ പൊതുവെ ഈ ചാനൽ നിങ്ങളൊരിക്കും മ്യൂസിക് ചാനലാണ്. ഇത് പൊതുവെ മ്യൂസിക് ചാനലാണ്. ഞാൻ വിചാരിച്ചു മ്യൂസിക് ചാനൽ മാത്രമായിട്ട് കൊണ്ടുപോകാൻ. എനിക്ക് വേറെ ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ സ്കിൻ കെയർ ഈ ഇടയ്ക്ക് തുടങ്ങിയാണ്. ഞാൻ മുന്നേ സ്കിന്ന് ഞാൻ കെയർ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് അത് എന്നെ കെയർ ചെയ്യാറില്ല. സത്യം. വെളിയിൽ ഇവിടെ പണി നടക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പം എന്തായാലും അത്ര ഉള്ളൂ. ഓക്കെ, അതൊക്കെ വിടും. ഞാൻ പിന്നെ പറയാം. ഇനി സമയം ഉണ്ടല്ലോ, ഇനി നമുക്ക് പിന്നെ സംസാരിക്കും. ഇതെല്ലാം ഇതിനിപ്പോൾ ഇതിൻ്റെ തംബ്നെയിൽ എടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ്, എല്ലാം ആദ്യമായിട്ടാണ്. കന്നി ഫോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ കന്നി വീഡിയോ, കന്നി വ്ളോഗ്, കന്നി വ്ളോഗ്. അപ്പം നിങ്ങളെല്ലാം ക്ഷമിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഗൈസ്. അത്രേ ഉള്ളൂ. അതാണ്. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഞാൻ പോണ കേസിൽ ചൂടെടുത്ത് ചാവും. ഓക്കെ, ബൈ. എന്തെങ്കിലും പറയണേ, ഔട്ട്രോ എന്തെങ്കിലും ആക്കണം. ഞാൻ ഇൻട്രോ ഹേ ഗൈസ് ഇറ്റ്സ് മീ ആമി ആക്കി. പിന്നെ ഔട്ട്രോ ഹേ ഗൈസ് ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ് ആണോ? ബൈ ഗൈസ് ഇറ്റ്സ് ആമി. ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്. ബൈ. വേണ്ട, അത് ക്രിഞ്ചാവും. വേണ്ട, എന്നാലും പോട്ടെ, ടാറ്റ പറഞ്ഞു വിടാം. ബൈ ബൈ ബൈ. എൻ്റെ എപ്പോഴും ഞാനിപ്പോൾ ഞാൻ പാട്ട് മ്യൂസീഷ്യനാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത്, എൻ്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ എൻ്റെ നമുക്കൊരു ടാഗ് ലൈൻ കാണത്തില്ലേ, എൻ്റെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫീൽ ആൻഡ് ഹീൽ ആണ്. ഫീൽ ആൻഡ് ഹീൽ. അപ്പം അത് ഔട്ട്ഡോർ വെക്കാല്ലേ. ഫീൽ ഇതൊക്കെ പറയില്ലേ, ഫീൽ ആൻഡ് ഹീൽ. ഞാനിപ്പം ഓക്കെ ഗൈസ്, ഫീൽ ആൻഡ് ഹീൽ. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് തന്നെ വരും. ഓക്കെ, ഇപ്പോൾ ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സന്തോഷിച്ചിരിക്കുക. നമുക്ക് നല്ല ദിനങ്ങൾ വരുന്നതാണ്. ഓക്കെ, നല്ല ദിനങ്ങൾ വരുന്നു എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടൊരു ഹഗ് വരും.